അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കഴിക്കണില്ല, ചെറിയ കുട്ടിക്ക് കൊടുത്താലൊന്നും കഴിക്കില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതുമ അടിച്ചു കൊടുത്താൽ കുട്ടികൾ കഴിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ശരിക്കും പരത്തി എടുക്കണം, അല്ലാതെ ഒന്നും വേണ്ട. രണ്ടടിച്ച് മതിയാവും. പിന്നെ ഞാൻ മുട്ടപ്പൊടി തന്നെ ശരിക്കൊരു മധുരം ഉണ്ടല്ലോ, ശരിക്കും ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്താലും മതി, അതിന് കുഴപ്പമൊന്നുമില്ല. നാളികേരമൊക്കെ ഒന്ന് രാവിലെ പാകത്തിനാവണം. അല്ലെങ്കിൽ മിക്സിയിട്ട് അടിക്കാനുള്ളതാണ്. മിക്സിയിട്ട് അടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഏറിപ്പോവും. ഒരു തുള്ളി വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ അടിച്ചെടുത്താൽ നാളികേരം ഇട്ടാൽ ആ വെള്ളത്തിൽ തന്നെ നല്ല ഉഷാറായിട്ട് അടിഞ്ഞു കിട്ടും. നല്ലോണം കട്ടപ്പൊടച്ച് ശരിക്കാക്കി ഇളക്കി ഒഴിച്ചതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പം മിക്സിൻ്റെ ചെറിയ ജാറാണ് എടുക്കുന്നത്. അതിൽ കുറേശ്ശെ ഇങ്ങനെ പൊടി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. ഇന്നങ്ങനെ ഉരുട്ടാൻ പാകത്തിന് പണ്ടത്തെ കാലമൊക്കെ അണ്ടിപ്പുട്ടൊക്കെ ഇടിക്കണ അതേപോലെ ഇങ്ങോട്ട് ആയി കിട്ടും. ഇത് കണ്ടോ, ഇതൊന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ കറക്കുമ്പോഴൊക്കെ തന്നെ ഇതിൻ്റെ മിക്സിയിൽ ഇങ്ങനെ ശരിയായി കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ശരിയായി കിട്ടും. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടിച്ചെടുക്കുക. ഇനി കൂടുതൽ വെള്ളം ഏറിയ തോന്നുകയാണെങ്കിൽ കുറച്ച് അമൃതപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എല്ലാതും ഞാനിങ്ങനെ അടിച്ചെടുക്കുകയാണ്. ഇപ്പം എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഓവറുണ്ട്. അപ്പം ഞാൻ കുറച്ച് അമൃതം പൊടിയും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉരുളുരുട്ടിയിട്ട് ഒരു പണ്ടത്തെ കാലം പത്തിരിക്ക് വട്ടുണ്ടാക്കണ അതേപോലെ തന്നെ ഇങ്ങനെ ആക്കി വെക്കുക. അതിലേക്ക് കുറച്ച് കടലയൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക. എല്ലാതും അങ്ങനെ ശരിയാക്കി എടുക്കാം. അപ്പം ഏകദേശം എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വേണ്ടത് കടലയാണ്. സാധാരണ നമ്മളെ പൊടിക്കാൻ വാങ്ങുന്ന നിലക്കടല, അത് പച്ചക്കടലയാണ്. ഇനി വറുത്ത കടല വാങ്ങുകയാണെങ്കിലും വേണം. വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ച് കോരിയെടുക്കണം, വറുത്ത് കോരിയെടുക്കണം. ഇനി അവിടെ പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് കോരിയെടുക്കണമെന്ന് വെച്ചാലും അത് നല്ല പ്രത്യേക ടേസ്റ്റ് വരും. ഞാൻ പറ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇതിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറാവുന്നവരെ നല്ലോണം വറുത്ത് കോരിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാനുള്ളവർക്ക് അതൊന്നും ഇപ്പം എന്നും നടക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഈ കടല തന്നെ നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പിലേറെ ടേസ്റ്റ് പറഞ്ഞാൽ കടലക്ക് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നല്ലോണം ആയി കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റാം. എന്നിട്ട് പിന്നെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാത്രത്തിൽ അതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. അപ്പം അത് നല്ലോണം മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പം അത് കോരിയെടുക്കുകയാണ്. അപ്പം എല്ലാവരും കടലൊക്കെ ശരിക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഞാനിത് കുറേശ്ശെ ഈ പാത്രത്തിൽ കൂടെ ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ്. ഉണ്ടാക്കി വെച്ച് പിന്നെ പാത്രം പോലെ ഉണ്ടാക്കി വെച്ച വട്ടിൽ കൂടി നിറച്ച് കൊടുക്കുകയാണ്. ഇനി വേണമെങ്കിൽ ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇങ്ങനെ കടല വറുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിലിട്ട് കൂട്ടി കുഴച്ചിട്ട് ഉരുളാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ലൊരു കൗതുകമാണല്ലോ, നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പം നല്ലൊരു അടിപൊളി അമൃതം വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഇതേപോലെയുള്ള വട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടലിട്ടിട്ട് ഇങ്ങനെ വട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ കടലിട്ടിട്ട് ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കണം. അതേപോലെ പൂവടൻ്റെയൊക്കെ അതേ മോഡലിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്താലും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും.
ഇതിപ്പോൾ എൻ്റെ പേരക്കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവൾക്കൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. മറ്റേ അതേപോലെ ആ വട്ട് കൈ കൊടുത്താൽ കടലൊക്കെ വീഴ്ത്തി കളയും, താഴെക്കൂടെ വീണ് പോകും. അപ്പം ഇങ്ങനെ ഉരുട്ടുക, അല്ലെങ്കിൽ ഈ ഉരുളൻ്റെ ഉള്ളിൽ ഇനി വെറുതെ ഇട്ട് ഉരുട്ടിയിട്ട് ഇതേപോലെ കുറച്ച് കടല വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ടും അങ്ങനെയാക്കിയിട്ട് ഉരുളയാക്കിയിട്ടും കൊടുക്കുക. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്, അമൃതം പൊടി കാണിക്കുന്നത് കണ്ടിട്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പേരക്കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുത്താൽ നല്ലോണം കഴിക്കുകയും ചെയ്യും. അല്ലാതെ വെറുതെ കൊടുത്താൽ വലിയ ഇഷ്ടമൊന്നുമില്ല, അതവിടെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നത് അവിടെ തന്നെ കിടക്കും. അപ്പം ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കായാലും പേരക്കുട്ടികളായാലും ആർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ കൗതുകമുള്ളൊരു സാധനമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുമല്ലോ. ടേസ്റ്റിലേറെ ഇങ്ങനെ കൗതുകമുള്ള സാധനങ്ങളാക്കി ഉണ്ടാക്കി കൊടുത്താൽ ശരിക്കും കഴിക്കുകയും ചെയ്യും. അപ്പം ഇനി ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ. പേരക്കുട്ടികളൊക്കെ ബാക്കിൽ നോക്കി നിൽക്കുന്നുണ്ട്, ഇത് കണ്ടിട്ട് ഇത് കൊടുക്കുകയാണ് ഇനി ഞാൻ. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്.